കൃഷ്ണായനം 16 സംഘർഷണൻ. യഥാർത്ഥത്തിൽ പ്രസവവേദന തുടങ്ങിയത് രോഹിണിക്കറിയാം. പക്ഷേ അവൾ ഭയന്നു. പ്രസവിക്കുവാനുള്ള കാലമായില്ല. 7 മാസം തികഞ്ഞതേയുള്ളൂ. ഇപ്പോൾ പ്രസവിച്ചാൽ കുട്ടിക്ക് പൂർണ്ണ വളർച്ച കാണുകയില്ല. ഈശ്വര, എന്നെ രക്ഷിക്കണേ, ആപത്തൊന്നും വരുത്തരുതേ. വേദന ഇരച്ച് കയറുകയാണ്. നാഭിക്ക് ചുറ്റും കഠിനമായ എന്തോ കടയുന്നു. ആരോ വലിച്ചിറക്കും പോലെ ഊർന്നിറങ്ങുന്നു. പൊക്കിൾ കൊടിക്ക് ചുറ്റും വേദന പൊട്ടിച്ചിതറുന്നു. ഇരുവശത്തുകൂടിയും ഇടഞ്ഞു കയറുന്നു. രോഹിണി പിടഞ്ഞു പോയി. യശോദയും മറ്റുള്ളവരും എത്തി. സൂതികർമ്മിണികളും വന്നു. വേദനയുടെ ആലസ്യത്തിൽ രോഹിണി മയങ്ങി. പ്രസവം നടന്നത് അവൾ അറിഞ്ഞില്ല. ഒരു സൂതികർമ്മിണി പറഞ്ഞു, വെളുത്ത കുട്ടി, പ്രായം തികയാതെ പ്രസവിച്ചവൻ എന്ന് എങ്ങനെ പറയുവാനാകും? മുഴുപ്പും തെഴുപ്പും അവനുണ്ട്. ആ കണ്ണുകൾക്കുള്ള പ്രകാശം കണ്ടു. രോഹിണിക്ക് തന്നെ സമയം തെറ്റിയതാകാം. ഏതായാലും അവൾ ഉറങ്ങട്ടെ. സമയം ഏറെ കഴിഞ്ഞു. ബ്രാഹ്മമുഹൂർത്തമായി. രോഹിണി ഉണർന്നു. മറ്റുള്ളവർ ഉറങ്ങിപ്പോയി. തൊട്ടടുത്ത് കിടക്കുന്നു കുഞ്ഞ്. താൻ പ്രസവിച്ചുവെന്ന ബോധ്യം രോഹിണിക്ക് അപ്പോഴാണ് ഉണ്ടായത്. അവൾ കുഞ്ഞിനെ വാരിയെടുത്തു. അതിനെ ചുംബിച്ചു. പെട്ടെന്നാണ് ആ ദൃശ്യം അവളുടെ കണ്ണിൽ പെട്ടത്. രോഹിണി നടുങ്ങി. വാതിൽക്കൽ 7 തലയുള്ള ഒരു സർപ്പം കുഞ്ഞിനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു. രോഹിണി തെല്ല് ഭയന്ന് കുഞ്ഞിനെ മാറോടടക്കി. സർപ്പം ശിരസ് താഴ്ത്തി പുറത്തേക്ക് ഇഴഞ്ഞു മറഞ്ഞു. ഒന്ന് തൊണ്ടയനക്കുവാൻ പോലുമാകാതെ രോഹിണി ഇരുന്നുപോയി. അപ്പോഴേക്കും മറ്റ് സ്ത്രീകളും ഉണർന്നു. അവരോട് സർപ്പത്തിൻ്റെ കഥ രോഹിണി എന്തുകൊണ്ടോ പറഞ്ഞില്ല. യമുനയിൽ നിന്നും തണുത്ത കാറ്റുയർന്നു. അവതാരത്തിൻ്റെ സൂക്ഷ്മ രഹസ്യങ്ങൾ ചെവിലോതി കാറ്റെത്തി. കുഞ്ഞിനെ തഴുകി. പ്രകൃതിയുടെ പുളകം പൂക്കളായി വിന്യസിച്ചു. മനോഹരമായ പ്രഭാതമായിരുന്നു അത്. പ്രഭാതത്തിൽ തന്നെ നന്ദഗോപനും അക്രൂരനും ഗർഗാചാര്യനും എത്തി. ആചാര്യനെ കണ്ട് എല്ലാവരും ബഹുമാനിച്ചു. ജ്യേഷ്ഠത്തി സുഖമാണല്ലോ? അക്രൂരൻ ചോദിച്ചു. രോഹിണി പുഞ്ചിരിച്ചു. അമ്മയുടെ ആനന്ദം തൃപ്തിയാണല്ലോ? അക്രൂരൻ കുഞ്ഞിനെ വാങ്ങി ഗർഗാചാര്യൻ്റെ മുമ്പിൽ അവനെ കിടത്തി. ആചാര്യൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മിടുക്കനാണ്, എല്ലാവർക്കും അനുഗ്രഹം നൽകേണ്ടവൻ. എന്നാലും ഇവൻ സമയത്തിന് മുമ്പ് വന്നവനാണ്. ബലം പ്രയോഗിച്ച് ഭൂമിയുടെ ഉപ്പായവൻ. അതുകൊണ്ട് ഇവന് സംഘർഷണൻ എന്ന പേര് അനുയോജ്യം. ലോകത്തെ രമിപ്പിക്കുന്നവനാകിയാൽ രാമനെന്നും വിളിക്കാം. കരത്തിലെ കലകൾ കണ്ടോ? അസാധ്യമായ ബലത്തിൻ്റെ ഉടമയായിരിക്കും ഇവൻ. അതുകൊണ്ട് ബലനെന്നും വിളിക്കാം. ഗർഗാചാര്യൻ നാവിൽ തൊട്ടു. കുഞ്ഞിനെ ഭൂമിയുടെ സുതനാക്കി അനുഗ്രഹിച്ച് ധന്യനാക്കി. അക്രൂരൻ കുഞ്ഞിനെ ഓമനിച്ചു. രോഹിണിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് തുടിച്ചു. ഭർത്താവരികിലില്ലാത്ത വേദന മാത്രം അവളുടെ ആനന്ദത്തിൽ അലോസരമായി നിന്നു. യശോദ, നന്ദഗോപൻ്റെ പത്നി, കുഞ്ഞിനെ വാങ്ങി. അവരുടെ ഭവനത്തിലെ ആദ്യ സന്തതിയാണവൻ. പ്രായം കഴിഞ്ഞിട്ടും അനപത്യ ദുഃഖം അനുഭവിക്കുകയാണ് യശോദ. രോഹിണിയുടെ പുത്രനെ സ്വന്തം മകനായി യശോദ കണ്ടു. പൊന്നോമനയെ അവർ മാറിൽ ചേർത്തു. 17 8ാമത്തെ ഗർഭം. ഗോവർദ്ധനഗിരിയിൽ അകിലും ചന്ദനവും പൂത്തു. പൂമണവുമായി കാറ്റ് കുന്നിറങ്ങി. യമുനയുടെ ചിറ്റോളങ്ങളെ താലോലിച്ചു. അവർ ഉണ്മയായി രതിയുടെ സൂക്ഷ്മ ബിന്ദുക്കളിൽ ലയിച്ചു. തീരത്തെ തഴുകി പൂമണവും ഉള്ളിലേറ്റി ഓളങ്ങൾ ആലസ്യത്തിൽ കിടന്നു. ദേവകി 8ാമതും ഗർഭം ധരിച്ചു. സൂതികർമ്മിണികളും ധാത്രികളും ആ വിവരം കംസനെ അറിയിച്ചു. വാർത്ത എങ്ങും പരന്നു. വിവരമറിഞ്ഞപ്പോൾ തന്നെ കംസൻ ഞെട്ടി. ആനകൾ ചിഹ്നം വിളിച്ചു. കേതുവിലെ കൊടിക്കൂറ മരത്തിൽ പറ്റി അനങ്ങാതെ കിടന്നു. അപശകുനങ്ങൾ. യാദവർക്ക് ഈ വാർത്ത ആഹ്ലാദം പകർന്നു. ദേവകി പ്രസവിക്കുന്ന ഈ കുട്ടി തങ്ങളുടെ രക്ഷകൻ തന്നെയെന്ന് അവർ വിശ്വസിച്ചു. അശരീരിയുടെ കഥ അങ്ങാടിപ്പാട്ടാണല്ലോ. ഗോപന്മാർ ഒത്തുചേരുന്നിടത്തെല്ലാം വാർത്ത ഇത് തന്നെയാണ്. യമുനയുടെ കരയിൽ പാൽച്ചോറുണ്ട്. യാദവർ രക്ഷകനെക്കുറിച്ച് പറഞ്ഞ് ആഹ്ലാദിച്ചു. പൂവാലി പശുക്കളെ പുൽമേടുകളിൽ മേയുന്നതിന് വിട്ട ശേഷം ഇളം കാറ്റേറ്റ് തണൽപ്പുറത്തിരുന്ന ഗോപാലബാലന്മാർ രക്ഷകന്റെ വരവിനെ സ്വപ്നം കണ്ടു. അരയോളം നീറ്റിലിറങ്ങി
മുടിയുലമ്പിക്കുളിക്കുന്ന യാദവ പെൺകുടിമാർ തങ്ങളുടെ ഹൃദയരക്ഷകൻ ജനിച്ചതായി പരസ്പരം പറഞ്ഞു. അടിവെള്ളത്തിൽ തുടികൊട്ടുന്ന ഹൃദയവുമായി മുങ്ങി കണ്ണു തുറക്കുന്ന കന്യകമാർ രക്ഷകനെ സ്വപ്നം കണ്ടു. യാദവരുടെ മുഖം തെളിഞ്ഞു. കർമ്മങ്ങളിൽ ഉത്സാഹമേറി. യാഗങ്ങൾ അനവധി നടന്നു. കർമ്മോത്സുകികളും ധർമ്മോത്സുകികളുമായ അവർ ധന്യരും അഭിമാനികളുമായി ഭഗവാന്റെ വരവിൽ കണ്ണും നട്ടിരുന്നു. ദേവകിയുടെ മനസ്സിൽ ഒരേ സമയം ആനന്ദവും ദുഃഖവും ഉണ്ടായി. അവളുടെ മുഖം ഒഴുകുന്ന മേഘപാളികളിൽപ്പെട്ട ചന്ദ്രബിംബം പോലെ തെളിയുകയും മങ്ങുകയും ചെയ്തു. വസുദേവരും ദേവകിയും ധ്യാനത്തിൽ മുഴുകി. ദേവകി തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്ന അവസാനത്തെ ചടങ്ങ് ആടി തീർക്കുകയാണ്. അവളെ പരിചരിക്കുന്നതിലും ആനന്ദം നൽകുന്നതിലും വസുദേവൻ ബദ്ധശ്രദ്ധനായി. അക്രൂരനും ഗർഗനും കൂടെ കൂടെ വന്നെത്തി അവരെ കണ്ട് സുഖാന്വേഷണങ്ങൾ നടത്തി. 5 മാസം കഴിഞ്ഞു. ദേവകിയുടെ ഗർഭനാളുകൾ എല്ലാവരും എണ്ണുകയാണ്. രക്ഷകന് വേണ്ടി ഒരു ജനത കാത്തിരിക്കുന്നു. അന്തകനായതിനാൽ വധിക്കുന്നതിന് ചക്രവർത്തിയും കൂട്ടരും. എപ്പോഴും ദേവകിയുടെ ഗർഭം തന്നെ മധുരയിലെയും ഗോപവാടങ്ങളിലെയും നാവിൻ തുമ്പിലെ പ്രശ്നം. വേഷം മാറി സഞ്ചരിക്കുന്ന പൂതന എന്ന രാക്ഷസി ഒരു ദിവസം കംസനെ കണ്ടു പറഞ്ഞു, സ്വാമി, ഇന്നും ഞാൻ പോയിരുന്നു. ലക്ഷണം കണ്ടാൽ ആൺകുട്ടി തന്നെയാണ്. ദേവകിയുടെ മുഖം നന്നേ തെളിഞ്ഞിരിക്കുന്നു. വസുദേവർക്കും സന്തോഷമുണ്ട്. അവരുടെ മനസ്സിൽ മറ്റു ചിന്തകൾ വല്ലതും കുടിയിരിക്കുന്നുവോ എന്നറിയുവാനാകുന്നില്ല. എന്തായാലും സൂക്ഷിക്കണം. കംസൻ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വസുദേവരെയും ദേവകിയെയും പ്രത്യേകം മുറികളിലാക്കി. അവരുടെ കാലുകൾക്കും കരങ്ങൾക്കും നീളമുള്ള ചങ്ങലകൾ ഇട്ടു. മുറിയിൽ നടക്കാം, അത്ര തന്നെ. വാതിലിൽ കൂടുതൽ ബന്ധനമുദ്രകൾ ഏർപ്പെടുത്തി. കാവൽക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. അവരെ കാണുവാൻ ആരെയും അനുവദിക്കരുതെന്ന് കർശന നിർദ്ദേശവും നൽകി. കംസന്റെ ആജ്ഞകൾ അക്ഷരം പ്രതി പാലിക്കപ്പെട്ടു. കാവൽക്കാർ നിതാന്ത ജാഗ്രതായി കാര്യങ്ങൾ വീക്ഷിച്ചു. ദേവസംഭവനാണ് തന്നെ കൊല്ലാൻ വരുന്നത്. നാരദന്റെ വാക്കിൽ നിന്ന് കംസൻ ഊഹിച്ചു. ദേവന്മാർ മായാവികളാണ്. കാലമെത്തും മുമ്പേ ഉദരത്തിൽ നിന്ന് പുറത്തു വരാം. അവർക്ക് ഏതു രൂപവും സ്വീകരിക്കാം. അതുകൊണ്ട് കനത്ത ബലത്ത കാവൽ തന്നെ വേണം. കംസനെ കബളിപ്പിക്കുവാനാവുകയില്ല. മധുരയിൽ ചിന്തകളും കർമ്മങ്ങളും പുരോഗമിച്ചു കൊണ്ടിരുന്നു. അമ്പാടിയിലും ചില മാറ്റങ്ങൾ സംഭവിച്ചു. യാദവ മുഖ്യനായ നന്ദഗോപന്റെ ഭവനത്തിൽ ആനന്ദം കുടിയേറിയിരിക്കുകയാണ്. രോഹിണിയുടെ ആഗമനത്തോടെയാണ് ആനന്ദം തളഞ്ഞു നിൽക്കുവാൻ തുടങ്ങിയത്. രോഹിണിയുടെ മകൻ ബലരാമൻ അവർക്ക് ആമോദം നൽകി. കുഞ്ഞിൻ്റെ പാൽപുഞ്ചിരി നെഞ്ചിൽ കനകാഞ്ചിത സ്വപ്നം വിതച്ചു. ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള മോഹം യശോദയെ ഞെരിച്ചു. മനസ്സിൻ്റെ കോണിൽ ഈ മോഹവുമായി അവർ നടന്നു. എത്ര നാളെന്ന് വെച്ചാണ് ഈ കാത്തിരിപ്പ്? നോക്കാത്ത നൊയമ്പുകളില്ല, പോകാത്ത ഭഗവത് സന്നിധികളില്ല, ചൊല്ലാത്ത മന്ത്രങ്ങളില്ല, കാണാത്ത വിശിഷ്ട പുരുഷന്മാരില്ല. എല്ലാം വെറുതെയായി എന്ന ദുഃഖവുമായി ഉള്ളിൻ്റെ കൂട്ടിൽ സ്വയം അണയുവാൻ വെമ്പിയിരിക്കുമ്പോഴാണ് രോഹിണി എത്തിയത്. മോഹപ്പൂക്കൾ പിന്നെയും നാം വിട്ടു. ഇപ്പോൾ ഇതാ ആ സത്യവും ബോധ്യമായിരിക്കുന്നു. യശോദ ഗർഭിണിയായിരിക്കുന്നു. ഒരു മകൻ വയറ്റിൽ ജീവൻ വെച്ച് വരുന്നതായി യശോദയ്ക്ക് തോന്നി. അവൾ ആനന്ദിച്ചു. ആനന്ദം ബന്ധുക്കളും പങ്കിട്ടു. ഗോപസ്ത്രീകൾ തൈർക്കുടവുമായി അവളെ കാണാൻ വന്നു. എത്ര നാളത്തെ തപസ്സായിരുന്നു ആ സന്തോഷത്തിന്! കാണുവാനെത്തിയ ഗോപസ്ത്രീകൾക്ക് യശോദ സമ്മാനം നൽകി. എല്ലാവരും ആനന്ദസാഗരത്തിൽ അമർന്നു. നന്ദഗോപൻ ഇടയ്ക്ക് മധുരയിൽ വെച്ച് വസുദേവർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും. ഭഗവാൻ യാദവകുലത്തിൽ ജനിക്കും. യാദവരുടെ ഭാഗ്യം തെളിയുന്നു. ദുഃഖം മറക്കുവാൻ കാലമാകുന്നു. കംസനെപ്പറ്റിയും വസുദേവരെപ്പറ്റിയും ഗ്രാമസദസ്സുകളിൽ ചർച്ച നടക്കാത്ത ദിവസങ്ങളില്ല. വസുദേവർ തിന്നു തീർത്ത ദുഃഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണ് നിറയും. വട്ടക്കല്ലിൽ പൂക്കുല ചിത്രം പോലെ 6 ചോരക്കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുക, അതും കണ്ടു നിൽക്കുവാനും ഹതവിധി. എന്തൊരു ഭീകരമാണ് ആ വിധി! എല്ലാം വസുദേവർ സഹിച്ചു. എന്തിനു വേണ്ടി? രക്ഷകൻ പിറക്കുമെന്നുള്ള ആശയാണ് വസുദേവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ചങ്ങലയിൽ ആഗ്രഹങ്ങളുടെ കറ്റയായി വസുദേവർ ഇപ്പോഴും വേദനിച്ച് കഴിയുന്നു. എല്ലാറ്റിനും ഭഗവാൻ തന്നെ വഴിയുണ്ടാക്കും. ഗ്രാമസദസ്സുകൾ പിരിയും. അക്രൂരരും ഗർഗാചാര്യനും വസുദേവരെ കാണാൻ എത്തിയില്ല.
അവരെ മാർഗത്തിൽ തടഞ്ഞ് തിരിച്ചയച്ചു. കംസന്റെ പ്രധാന രക്ഷികളാണ് ഇപ്പോൾ കൊട്ടാരം സൂക്ഷിക്കുന്നത്. ദേവകിക്ക് 7 മാസം. ഓരോ ദിവസം കഴിയുന്തോറും കംസന് ആധി കൂടി. എവിടെയും തമസ് പരക്കുന്നത് പോലെ രാത്രിയിൽ കങ്കാളങ്ങളെ സ്വപ്നം കാണുന്നു. ഉറക്കം ഞെട്ടി ഉണരുന്നു. ഭാര്യമാരുടെ ആശ്വാസവാക്കുകൾ പോലും തീയായി അനുഭവപ്പെടുന്നു. അവരെ കംസൻ അകറ്റി നിർത്തി. ആരോടും സംസാരിക്കുന്നത് തന്നെ കംസന് ഇഷ്ടമായി തോന്നിയില്ല. യമുനയിലെ ജലം വറ്റുന്നതായും അതിൽ രക്തം ഒഴുകുന്നതായും കംസൻ സ്വപ്നം കണ്ടു. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം തന്നോടൊപ്പം ഇടിഞ്ഞു വീണതായും കനത്ത കല്ലിൽ തല്ലി തല ചിതറിയതായും സ്വപ്നത്തിൽ തെളിഞ്ഞു. ദേവകിയുടെ കൊല്ലപ്പെട്ട ചോരക്കുഞ്ഞുങ്ങൾ പല്ലിളിച്ച് കംസന്റെ ഉറക്കം കളഞ്ഞു. ഉഴറുന്ന മനസ്സുമായി ചക്രവർത്തി നിമിഷങ്ങൾ എണ്ണി കഴിഞ്ഞു.